ഈ പാകിസ്ഥാനിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വളരെ ഞെട്ടിക്കുന്ന ചില വാർത്തകൾ, ഞെട്ടിക്കുന്നു എന്നല്ല, അവിടുത്തെ പതിവ് സംഭവമാണ്. ക്രൈസ്തവ ഭവനങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും പള്ളികൾക്കൊക്കെ നേരെ വലിയ തോതിൽ ആക്രമണം നടന്നു. പള്ളികൾ പൊളിക്കുന്നു, ക്രിസ്ത്യാനികളുടെ വീടുകൾ തീ വയ്ക്കുന്നു, അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു, ആക്രമിക്കുന്നു. ഇതൊക്കെ വാർത്തകൾ അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങളിലും ചാനലുകളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ വാർത്തയല്ല. കേരളത്തിലെ ക്രിസ്ത്യാനി ഇതൊന്നും അറിയുന്നില്ലേ? കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് അറിയാം, അത് സത്യദീപം പോലെയുള്ള അങ്ങനെയൊക്കെയുള്ള ചില മാധ്യമങ്ങളിൽ വരും. പക്ഷേ പൊതുവിലൂടെ നമുക്ക് ചില സ്ഥലങ്ങളിലെ വാർത്ത മാത്രമേ വരുള്ളൂല്ലോ. ചില സ്ഥലങ്ങളിൽ ആക്രമണം നടന്നാൽ കാണിക്കും, ചിലയിടത്ത് ആക്രമണം നടന്നാൽ കാണിക്കില്ല. അങ്ങനെ ഒരു തിരിവ് ഉണ്ടല്ലോ കേരളത്തിലെ മാധ്യമരംഗത്ത്. അപ്പോൾ അത് ഇതിലും ബാധകമായിരിക്കാം. അപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് മണിപ്പൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ക്രിസ്തീയ പുരോഹിതന്മാർ, ബിഷപ്പുമാർ വരെ വലിയ കോലാഹലമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരെ സംഘപരിവാർ നടത്തിയ ആക്രമണമൊന്നുമല്ല, രണ്ട് ഗോത്ര വിഭാഗങ്ങൾ തമ്മിൽ നടത്തിയ ആക്രമണമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ സഹായിക്കാൻ വേണ്ടി പച്ചക്കള്ളം പറഞ്ഞ് കേരളത്തിലെ ക്രൈസ്തവ ബിഷപ്പുമാർ, തിരുമേനിമാർ എന്ന് വിളിക്കുന്ന മാന്യ വ്യക്തികൾ തന്നെ നുണപ്രചരണവുമായി കർത്താവിൻ്റെ പേരിൽ വ്യാപകമായി പ്രചാരണം നടത്തി. പക്ഷേ പാകിസ്ഥാനിൽ നടക്കുന്ന ഈ കാര്യങ്ങൾ ഇവർക്കാർക്കും അറിയില്ലേ? പാകിസ്ഥാനിലും ഇപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുന്നത്, തുർക്കി ഉണ്ടല്ലോ, തുർക്കി എന്നൊക്കെ പറയുന്ന അവിടുത്തെ ചോറാപ്പള്ളി സെന്റ് സേവിയർ ചർച്ച് ഇപ്പോൾ മോസ്കാക്കി മാറ്റി. അതിലെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ പാകിസ്ഥാനിലെ ആൾക്കാരായാലും ഈ തുർക്കിയിലെ ആൾക്കാരായി കഴിഞ്ഞാലും അവർ UN പോയി കഴിഞ്ഞ് സംസാരിക്കുമ്പോൾ ഇന്ത്യയിൽ വംശഹത്യ നടക്കുന്നു, ജനസൈഡ് നടക്കുന്നു എന്നൊക്കെ പറയുകയും ചെയ്യും. അതേസമയം അവരുടെ സ്ഥലത്ത് ന്യൂനപക്ഷ സമുദായങ്ങളോട് കാണിക്കുന്നത് വളരെ ഡെവലിഷ് നേച്ചറിലുള്ള കാര്യങ്ങളാണ്. ചങ്ങനാശ്ശേരി ബിഷപ്പ് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ ചങ്ങനാശ്ശേരി ബിഷപ്പ് മാർ തോമസ് തറയിൽ പിതാവിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഈ വീഡിയോടൊപ്പം കാണിക്കാം പ്രേക്ഷകർക്ക് വേണ്ടി. പാകിസ്ഥാനിലെ ഒരു ബിഷപ്പിനെ കണ്ടു. ആ പാവത്തിൻ്റെ സഭയിലെ അവസ്ഥകൾ കേട്ടിട്ട് എനിക്ക് തോന്നി ഇന്ത്യ സ്വർഗമാണ്. അപ്പോൾ അതിൻ്റെ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ബാങ്കോക്കിലെ ഏഷ്യൻ ബിഷപ്സ് കോൺഫറൻസിൽ പങ്കെടുക്കാനായിട്ട് പോയിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് പാകിസ്ഥാനി ബിഷപ്സിനെ അദ്ദേഹം കാണാൻ ഇടയായി. പാകിസ്ഥാനിൽ നടക്കുന്ന ഈ ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനത്തെ പറ്റി അദ്ദേഹം കുറച്ച് സംസാരിക്കാനിടയായി. ഹി ഹാസൻ ഗോൺ ഇൻ ടു ദി ഡീറ്റെയിൽസ്, അവിടുത്തെ എന്തൊക്കെയാണെന്ന് അത് പറഞ്ഞിട്ടില്ല നമ്മളോട് ഈ സംസാരിക്കുന്നത്, വീഡിയോയിലില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ബിഷപ്പ്മാരിൽ നിന്ന് ഈ കാര്യമൊക്കെ കേട്ടു, പാകിസ്ഥാനിലെ ക്രിസ്ത്യൻസ് എങ്ങനെ ജീവിക്കുന്നതെന്ന്, അത് വെച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ സ്വർഗമല്ലേ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ അങ്ങനത്തെ അതുമായിട്ട് കമ്പയർ ചെയ്യാവുന്ന പ്രശ്നങ്ങളൊന്നും നമുക്ക് പാകിസ്ഥാനിലെ ക്രിസ്ത്യൻസിനൊക്കെയുള്ള പ്രോബ്ലംസ് എന്ന് വെച്ച് നോക്കുമ്പോൾ നമ്മളിവിടെ സ്വർഗത്തിൽ കഴിയുന്ന പോലെയാണ് കഴിയുന്നത്. ആ ധ്വനിയിലുള്ള ഒരു സംസാരം, ദാറ്റ് വാസ് എ പ്രൈവറ്റ് കോൺവെർസേഷൻ. എനിക്ക് തോന്നുന്നു അവിടെ പള്ളിയിലെ ആൾക്കാരോട് സംസാരിക്കുന്നത് എന്തോ ഒരു ഒഫീഷ്യലായിട്ട് പറയണതല്ല, പക്ഷേ വിശ്വാസികളോട് അൽമായരോട് പറഞ്ഞാണ്. ഈ അൽമായരോട് തന്നെയാണ് കേരളത്തിൽ ഇവർ പറയുന്നത് ഇന്ത്യയിൽ ഭരണഘടന നശിക്കാൻ പോകുന്നു, ക്രിസ്ത്യാനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല BJP വന്നാലെന്നൊക്കെ. ഇതെന്താ ഇരട്ടത്താപ്പ്? അതെ. അപ്പോൾ വേറെ ഒരു കാര്യം, അതെ, അതും ഇരട്ടത്താപ്പുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ബിഷപ്പ് ഇത് പറയാതിരുന്ന നിലയ്ക്ക് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ ക്രിസ്ത്യൻസിൻ്റെ അവസ്ഥ വളരെ ക്രിസ്ത്യൻസിൻ്റെ എന്നല്ല, ന്യൂനപക്ഷങ്ങളുടെ വളരെ ദയനീയമാണ്. അത് ക്രിസ്ത്യൻസിന് അല്ലെങ്കിൽ ബാക്കി ന്യൂനപക്ഷങ്ങൾ പല രീതികളിൽ അവർ ആക്രമിക്കപ്പെടുന്നുണ്ട്. പാകിസ്ഥാനിലെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞപ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ് ന്യൂനപക്ഷം. അതെ, പിന്നെ കുറച്ച് സിഖുകാരും കുറച്ച് ബുദ്ധമതക്കാരും ജൈനന്മാരൊന്നും ഇല്ല. അതൊക്കെ തീർന്നു പോയി. അപ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളൊന്നും അന്വേഷിക്കാനല്ല, വളരെ സിമ്പിളായിട്ട് ഒറ്റ കാര്യം നോക്കിയാൽ മതി. പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇന്ത്യ, നമ്മളൊക്കെ ഒരുമിച്ചാണല്ലോ സ്വാതന്ത്ര്യം നേടിയത്. ആ സ്വാതന്ത്ര്യം നേടുന്ന കാലത്ത്, അതായത് 1947 പാകിസ്ഥാനിൽ 23% ന്യൂനപക്ഷം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇപ്പം അത് 4% ആണോ എന്നാണ് പറയണത്. അതിപ്പോൾ നമ്മൾ അല്പം ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് ഈ 4% എന്ന് പറയുന്നത്. ആക്ച്വലി 4% ഇല്ല, 3 point something ആണ്. എന്നാലും 4 കിടന്നോട്ടെ. എന്നാലും 23 നിന്ന് 4ലേക്കുള്ള വീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ, അതായത് പാകിസ്ഥാനിലെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ചേർന്ന 23% ഉണ്ടായിരുന്നു, ഇപ്പോൾ 3% ഉള്ളൂ. ബിറ്റ്വീൻ ക്രിസ്ത്യാനികൾ ഏതാണ്ട് 1% മറ്റോ ഉള്ളതാണ്. വളരെ വളരെ കുറഞ്ഞുപോയി. അവരെ പോലും വെറും പട്ടികളെ പോലെ തല്ലിക്കൊന്നുകൊണ്ടിരിക്കുക അവിടെ. അതായത് ഈ ക്രിസ്ത്യൻസോ അല്ലെങ്കിൽ ഇൻ ജനറൽ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പലതരം പ്രശ്നങ്ങളുണ്ട്. അതിൽ ഒരെണ്ണം ബ്ലാസ്ഫെമി ലോ എന്ന് പറയും. അതാണ് ഒരു ദൈവനിന്ദ. ദൈവനിന്ദ. അതായത് ദൈവനിന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും നമുക്ക് ആക്രമിക്കണം അല്ലെങ്കിൽ
അവരെ ഉപദ്രവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവനിന്ദ എന്ന് പറഞ്ഞാൽ മതി. ദൈവനിന്ദ ആരോപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹിനെ കുറ്റം പറഞ്ഞു അല്ലെ പ്രവാചകനെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞാൽ പണി തീർന്നു. അപ്പോൾ കോടതി ചെന്ന് കഴിഞ്ഞാൽ മിക്കവാറും വധശിക്ഷ കിട്ടും. ഇനി വധശിക്ഷ കിട്ടാതെ ഫ്രീ ആയിട്ട് പോന്നാൽ തന്നെ യുവന്മാർ അവർ കൈകാര്യം ചെയ്യും. അതാണ് പ്രശ്നം. അല്ലെങ്കിൽ പിന്നെ ആൾ ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ അതിൽ അങ്ങനെ അനുഭവിച്ചിട്ടുള്ളതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ലേഡിയുണ്ട്, അസിയ ബിബി എന്ന് പറഞ്ഞിട്ട്. അസിയ ബിബി അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ ഒരു പറമ്പിലെന്തോ ജോലിക്ക് പോയതാണ്. അപ്പോൾ കുറച്ച് പേര് അവരോട് പറഞ്ഞു അവിടെ പോയി കുറച്ച് വെള്ളം കൊണ്ട് നമുക്ക് കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലേഡി വെള്ളം എടുക്കാനായിട്ട് പോയി. അവിടെ ചെന്ന് വെള്ളം എടുക്കാറായപ്പോഴേക്കും കൂടെയുള്ളവർ പറഞ്ഞു, രണ്ടുപേർ പോയിട്ട് പറഞ്ഞു എടുക്കണ്ട ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞു. അവരെടുത്ത് വെള്ളം എടുത്തിട്ടങ്ങ് പോന്നു. വെള്ളം എടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോൾ അവസാനം ഈ അസിയ ബീബിയുടെ അടുത്ത് പറഞ്ഞു വേണമെങ്കിൽ നീ കുടിച്ചോന്നും പറഞ്ഞ് ആരോ ഒരാൾ പറഞ്ഞു. അപ്പോൾ പോയി ആ ഗ്ലാസ് എടുത്ത് വെള്ളം കുടിച്ചു. ആ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ അത് പലർക്കും ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് യു ആർ എൻ ഇൻഫിഡൽ, കഫറാണല്ലോ, ഈ അവിശ്വാസിയാണ്, ക്രിസ്ത്യനാണ് അസിയ ബീബി. അസിയ നൗറൈൻ എന്നാണ് ശരിക്കും പേര്, ആൾക്കാർ അസിയ ബീബി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ പാത്രം ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്നതല്ലേ, അതിൽ എന്തിനാ സ്പർശിച്ചത് എന്നുള്ള രീതിയിൽ അവിടെ പിന്നെ ഇറ്റ് റിസൾട്ടഡ് ഇൻ ആൻ ഓൾട്ടർക്കേഷൻ. അത് തർക്കമായി ബഹളമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പലരും അത് ഏറ്റുപിടിക്കാനുണ്ടായിരുന്നു. എല്ലാവരും കൂടി പിന്നെ അത് കോടതിയിൽ ചെന്നു. കോടതി ലോവർ കോർട്ടിൽ ആദ്യം ചെന്നു. ലോവർ കോർട്ടിൽ വധശിക്ഷ വിധിച്ചു. പിന്നെ അത് ഓരോ കോടതിയിൽ അങ്ങനെ ഹയർ ലെവലുകളിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു. ഫൈനലി ഇറ്റ് റീച്ച്ഡ് ദി ഹൈക്കോർട്ടിൽ ഇത് തന്നെയായിരുന്നു വധശിക്ഷ തന്നെയായിരുന്നു. അങ്ങനെ അത് സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതിയിലെത്തി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരു കാര്യം ചെയ്തൊന്ന് റിവ്യൂ ചെയ്യാനുണ്ട്, പക്ഷേ ഈ റിവ്യൂ കഴിയുന്നവരെ യു കനോട്ട് ഗോ ഔട്ട് ഓഫ് പാകിസ്ഥാൻ എന്നൊരു ഇതും പറഞ്ഞു, തീരുമാനവും പറഞ്ഞു. അപ്പോഴേക്കും ഈ ന്യൂസ് വളരെ എല്ലായിടത്തും വ്യാപിച്ചു. ന്യൂസ് വ്യാപിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലരും ഏറ്റുപിടിക്കാൻ തുടങ്ങി. പാകിസ്ഥാനിൽ തന്നെ ചിലരൊക്കെ ഏറ്റുപിടിക്കാൻ തുടങ്ങി. മാർപ്പാപ്പ അറിഞ്ഞു, അതിനെപ്പറ്റി സംസാരിച്ചു. അമേരിക്കൻ ഗവൺമെൻറ് ഇടപെട്ടു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പാകിസ്ഥാനിൽ നിന്ന് ഇതിനെപ്പറ്റി സംസാരിച്ച ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ പഞ്ചാബ് ഗവർണർ ഉണ്ടായിരുന്നു. പഞ്ചാബ് ഗവർണർ തസീർ എന്ന് പറയും, സൽമാൻ തസീർ എന്നായിരുന്നു അങ്ങനത്തെ പേര്, പഞ്ചാബ് ഗവർണർ. അപ്പോൾ അദ്ദേഹം കുറച്ച് വെസ്റ്റേണൈസ്ഡ് ഒരാളായിരുന്നു. പിന്നെ പാകിസ്ഥാനിലാണെങ്കിലും സെൻറ്റ് ആൻ്റണീസ് സ്കൂളിൽ നിന്നോ ഏതാണ്ട് പറഞ്ഞ് അവിടെ പഠിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അവിടുത്തെ കുറച്ച് കൾച്ചറൊക്കെ അതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാൽ നമ്മൾ ഈ കാണിക്കുന്നത് ശരിയല്ല, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ പ്രവാചകനെ നിന്ദിച്ചു എന്നും പറഞ്ഞ് ഇങ്ങനെ വധശിക്ഷ കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് അദ്ദേഹം പോന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു പേഴ്സണൽ സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടായിരുന്നു. ഈ സെക്യൂരിറ്റി ഗാർഡ് ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവർ കൂടിയായിരുന്നു. ഒരു ദിവസം ഈ തസീർ അല്ലെങ്കിൽ സൽമാൻ തസീറിനെ ഡ്രൈവ് ചെയ്തുകൊണ്ടുപോണ സമയത്ത് ഇയാൾ ഈ പഞ്ചാബ് ഗവർണറെ വെടിവെച്ചു വന്നു, കാറിനകത്ത് തന്നെ വെടിവെച്ചു വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗതി അങ്ങനെയായി. പിന്നെ മൈനോറിറ്റീസ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു, അദ്ദേഹവും ഈ ലേഡിക്ക് വേണ്ടി സംസാരിച്ചു, അദ്ദേഹവും കൊല്ലപ്പെട്ടു. പിന്നെ ഇൻ ഓൾ ഫെയർനെസ് ടു പാകിസ്ഥാൻ, നമ്മൾ പാകിസ്ഥാനോടും നീതി കാണിച്ചോണല്ലോ സംസാരിക്കാം. പാകിസ്ഥാൻ പക്ഷേ ഈ വെടിവെച്ച ആള് ഖാദ്രി എന്നായിരുന്നു പേര്, ഖാദ്രിക്ക് വധശിക്ഷ കൊടുത്തായിരുന്നു. അല്ല അത്രയും അവർ ചെയ്തിട്ടുണ്ടാവും, നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതാണ് ആ സംഭവം അങ്ങനെയായി. പിന്നെ മാർപ്പാപ്പയൊക്കെ അറിഞ്ഞു, അമേരിക്കൻ ഗവൺമെൻറ് അറിഞ്ഞു, അവരെല്ലാവരും കൂടി ഇടപെട്ട് കഴിഞ്ഞപ്പോൾ സംഭവം ഷീ വാസ് സെൻറ്റ് ടു കാനഡ. അങ്ങനെ അവർ രക്ഷപ്പെട്ടു. പക്ഷേ അവരെ സപ്പോർട്ട് ചെയ്ത മൈനോറിറ്റീസിൻ്റെ മിനിസ്റ്ററും പഞ്ചാബിലെ ഗവർണറും കൊല്ലപ്പെട്ടു. പക്ഷേ സാർ ഇത് പറയുന്ന പോലെ മാർപ്പാപ്പ വരെ അറിഞ്ഞു, പക്ഷെ കേരളത്തിൽ എത്ര ക്രിസ്ത്യാനി അറിഞ്ഞു? ക്രിസ്ത്യാനികൾ ഇവിടെ ഒരു പത്രത്തിലും വാർത്തയായില്ല, ആരും ക്യാമ്പയിൻ ചെയ്തില്ല, ചാനലുകളിൽ സായാഹ്ന ചർച്ച ഉണ്ടായിരുന്നില്ല. നമ്മൾ പലസ്തീനിലെ റഫയെക്കുറിച്ച് ഇപ്പം റഫേൽ നടക്കുന്ന ആക്രമണത്തിൽ നമ്മുടെ സിനിമാടന്മാർ വരെ പ്രതിഷേധമായിട്ട് വന്നിരിക്കുക. എന്ന് ഇവരാരും അവിടെ ബന്ദികളാക്കി വെച്ചിരിക്കുന്ന എവിടെയാണെന്ന് അറിഞ്ഞ് ഒക്ടോബർ 7 മുതൽ 250 പേരെ കൊണ്ടുപോയി, കുറച്ച് പേരെ വിട്ട് കുറേ പേര് ഭരിച്ചു. 130 പേര് ഇപ്പോഴും തടവിലാണ്. ഈ 130 പേരെ ഒന്ന് വിട്ടുകൊടുത്ത് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഒരു സിനിമാക്കാരനും പറയുന്നില്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരനും പറയുന്നില്ല, ഒരു മുസ്ലിമും പറയുന്നില്ല. ഇസ്രയേലിയെ എന്ന് പറയുന്നത് പോലെ ഇവിടുത്തെ ഈ നമ്മളിപ്പോൾ ഇപ്പോൾ ഈ പാകിസ്ഥാനിലെ ഈ ഇവരുടെ കഥ പറഞ്ഞു, എന്താ അവരുടെ അസിമ ബീവി, ഇവരുടെ കഥ പറഞ്ഞല്ലോ. ഇവരുടെ കഥ മാർപ്പാപ്പ വരെ അറിഞ്ഞ് ഇടപെട്ട് അവസാനം കാനഡയിലേക്ക് കൊണ്ടുപോയി രക്ഷപ്പെടുത്തി. ശരി, ഇതെന്താണ് കേരളത്തിലെ ബിഷപ്പുമാർ പറയാത്തത്? അല്ല, ബിഷപ്പ്മാർ ആ ഇടയ്ക്ക് കുറച്ച് ഇതിനെയൊക്കെ പറ്റി എന്തോ സംശയം. നമ്മുടെ ഇവിടെ വലിയ വാർത്തയായില്ല. അല്ല, അതേസമയം ഇത് നേരെ തിരിച്ച് വേറെ ഏതെങ്കിലും രാജ്യത്തിൽ ഒരു മുസ്ലിമിനാണെങ്കിലോ വലിയ വാർത്തയാണ്.
അപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരു പക്ഷപാതിത്വമുണ്ട്. ഇസ്ലാം പക്ഷപാതികളാണ് നമ്മുടെ മാധ്യമങ്ങളും. എന്തിന് പരോക്ഷമായി ഇസ്ലാമിസ്റ്റുകളെ സഹായിക്കുകയാണ് കേരളത്തിലെ സഭയും എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? സഭ സഹായിക്കുമായിരിക്കില്ല, പക്ഷെ എന്നാലും സൈലന്റ് ആണ്. മൗനമല്ലേ ഏറ്റവും വലിയ ക്രൈം. അതെ, ദേ ഡോണ്ട് ടേക്ക് ദി ഇനിഷ്യേറ്റീവ്. അതിനെപ്പറ്റി എന്തെങ്കിലും ചെയ്യാനായിട്ട് ആവശ്യത്തിന് അവർ ഇടപെടുന്നില്ല എന്നോ. പേടിയാണോ സഭയ്ക്ക്? പേടി അല്പം കാണുമായിരിക്കും, അല്പം പേടിയും കാണുമായിരിക്കും. ക്രൈസ്തവ സഭയ്ക്ക് പേടിയാണ്. പക്ഷേ ഇപ്പം സഭയുടെ കാര്യമല്ല, വേറെ മതങ്ങളൊന്നും അധികവും ഇങ്ങനത്തെ കാര്യത്തിൽ ഇടപെടണില്ല. ഇപ്പോൾ ഹിന്ദുസിന് തന്നെ കാശ്മീരി ബ്രാഹ്മിൻസിനെയൊക്കെ പുറത്താക്കിയപ്പോൾ അധികം ഇടപെടലൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അല്ല, BJP ഇടപെട്ടിട്ടുണ്ട്. BJP എപ്പോഴും ഇടപെടുന്നുള്ളൂ. BJP മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാശ്മീരിലെ പണ്ഡിറ്റുകളെ ഓടിച്ച് 5 ലക്ഷത്തോളം ആളുകളുടെ വീടും സ്വത്തുക്കളും ഒക്കെ കവർ ചെയ്ത് കൊലപ്പെടുത്തി അവരുടെ ജന്മഭൂമിയിൽ നിന്ന് ആട്ടിപ്പായിപ്പിച്ചപ്പോൾ ഇപ്പോൾ ആർക്കും ഒരിറ്റ് കണ്ണീരുണ്ടായിരുന്നില്ല. പലസ്തീനികളിൽ നടന്നു എന്ന് പറയുന്ന പോലെയുള്ള സംഭവം തന്നെയാണ് നടന്നത്. അതെ, കാശ്മീരിന് വേണ്ടി ഒരു ജാഥയും കേരളത്തിൽ ആരും നടത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ സാർ ഒരു സംശയം ചോദിക്കുകയാണ്. ഇപ്പോൾ CAA നടപ്പാക്കി. ഇന്നലെ ബംഗാളിലും നടപ്പാക്കത്തില്ല എന്ന് മസിൽ പിടിപ്പിച്ച് പിണറായി വിജയൻ്റെ കൂടെ നിന്നാണ് മമത. ബംഗാളിലും CAA നടപ്പാക്കി. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം മമതയ്ക്കും പിണറായി വിജയനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് നമുക്കറിയാം. കേന്ദ്ര നിയമമാണ്. പൗരത്വം കൊടുത്തു ബംഗാളിലും, വെസ്റ്റ് ബംഗാളിലും കൊടുത്തു. പക്ഷേ CAA ഫലം ക്രിസ്ത്യാനിക്ക് കിട്ടത്തില്ലേ? തീർച്ചയായിട്ടും കിട്ടും. എന്നിട്ട് എന്തിനാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളും ബിഷപ്പുമാരും CAA എതിർക്കുന്നത്? CAA കാര്യമായിട്ട് ഇപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഏതെങ്കിലും മുസ്ലിം സംഘടന പ്രസംഗിക്കാൻ വിളിച്ചുകൊണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് മീറ്റിങ്ങിലായി കഴിഞ്ഞാൽ ആ വിളിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങനെയാണോ നമ്മുടെ അച്ഛന്മാർ ഭംഗി വാക്ക് പറയണം എന്നുള്ളതാണ്. പക്ഷേ അല്ല, പറയണ്ടേ? അവിടെ പീഡിപ്പിക്കപ്പെടുന്ന വംശഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനിക്കും ഗുണപ്പെടുന്നതാണ് CAA എന്ന് കേരളത്തിലെ ഏത് പുരോഹിതം പറഞ്ഞിട്ടുണ്ട്? CAAയുടെ ബെനിഫിഷ്യറീസ് ആണ് ക്രിസ്ത്യൻസും. എന്നിട്ട് കേരളത്തിലെ ക്രിസ്ത്യാനി എന്താ മിണ്ടാത്തത്? ക്രിസ്ത്യാനികളത് വേണ്ട പോലെ പറയുന്നില്ല. പറയേണ്ടതല്ലേ? സെക്യുലറിസം പൂത്തുലയാണല്ലോ കേരളത്തിൽ. നമ്മുടെ ഒരു ലെഫ്റ്റ് ജിഹാദി കൾച്ചറാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിനും അല്ല, എൻ്റെ സംശയം, സാറൊരു പ്രാക്ടീസിങ് ക്രിസ്ത്യൻ എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഞാൻ പള്ളിയിലൊക്കെ പോകുന്ന ആളാണ്, ഞായറാഴ്ചയും ദിവസങ്ങളിലൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അങ്ങേപ്പോലുള്ള നമ്മുടെ ക്രൈസ്തവ സഹോദരന്മാരാണ് പാകിസ്ഥാനിൽ നരകയാതന അനുഭവിക്കുന്നത്, കൊല്ലപ്പെടുന്നത്, വംശഹത്യക്കിരയാവുന്നത്. അവർക്ക് ഇന്ത്യയിലേക്ക് വരാനും ഇവിടെ ക്രിസ്ത്യാനിയായി ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചു, ഇവിടെ ഹിന്ദുവാനല്ല പറയുന്നത്, CAA വഴി ഇന്ത്യയിൽ പൗരത്വം കിട്ടി ക്രിസ്ത്യാനിയായി ക്രിസ്തുവിൻ്റെ അനുയായിയായി ജീവിക്കാനുള്ള അവസരമാണ് CAA ഉണ്ടാക്കുന്നത്. അതിനെ ഇവിടുത്തെ ക്രിസ്ത്യാനി സപ്പോർട്ട് ചെയ്യണ്ടേ? ക്രിസ്ത്യാനി സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് എൻ്റെ അഭിപ്രായം. പക്ഷേ എന്താ അവർ ചെയ്യാത്തത്? അപ്പോൾ ക്രിസ്ത്യാനി ചത്തു തൊലഞ്ഞാലും ശരി മോദിയെ എതിർക്കണം. മോദിയോട് എതിർപ്പ് അല്ല, അവർ സൈലൻ്റ് ആയിരിക്കുന്നതാണ്. അല്ലാതെ ഉറക്കെ പറയണ്ടേ സാർ? ഉറക്കെ പറയണം. അത് പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ അവർ അവിടെ പീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷ സമുദായങ്ങൾ ഇവിടെ വരുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യണം. നമ്മളിപ്പോൾ ഈ ബ്ലാസ്ഫെമിയിലോ അവരെ പീഡിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ എന്ത് ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉണ്ടായി കഴിഞ്ഞാലും വലിയ കാര്യമൊന്നുമില്ല, ഒന്നും സംഭവിക്കില്ല. പ്രത്യേകിച്ച് എത്രയോ പെൺകുട്ടികളൊക്കെ ബലാത്സംഗം ചെയ്യപ്പെട്ട് കേസുകളുണ്ടല്ലോ. ഈ ബലാത്സംഗ കേസിൽ പോലും കാര്യമായിട്ടുള്ള ആക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അല്ല, എനിക്കിപ്പോഴും മനസ്സിലാവാത്ത സാർ, ഞാൻ വീണ്ടും പഴയ ചോദ്യത്തിലേക്ക് വരികയാണ്, പഴയ കുറ്റിയിലേക്ക് തിരിച്ചു വരികയാണ്. എന്തുകൊണ്ടാണ് പാകിസ്ഥാനിലെ ക്രൈസ്തവ സഹോദരങ്ങളോട് ഈ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ക്രിസ്തീയ പുരോഹിതന്മാർക്കും ബിഷപ്പുമാർക്കും അൽമായർക്കും സ്നേഹമില്ലാത്തത്? അവരെ ഇവിടെ കൊണ്ടുവന്ന് നമ്മളൊരാളായി ക്രിസ്ത്യാനിയായി തന്നെ ജീവിക്കാൻ അവർക്ക് ഇവിടെ ഇന്ത്യയിൽ അവസരം കിട്ടുന്ന നിയമത്തെ സപ്പോർട്ട് ചെയ്യാൻ എന്തുകൊണ്ട് നിങ്ങൾ വരുന്നില്ല? അവർ സെക്യുലറിസത്തിൻ്റെ പേരിലാണ്. എല്ലാവരും ഇല്ല, അങ്ങനെ കുറച്ച് പേരുണ്ട്. കുറച്ച് ഇതിപ്പോൾ ഈ ബിഷപ്സിൻ്റെ കേസിലായാലും പുരോഹിതന്മാരുടെ കേസിലായാലും കുറച്ച് പൊളിറ്റിക്സ് ലെഫ്റ്റ് ഓറിയൻറ്റഡ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ആ ലൈനിൽ വരുമ്പോൾ അങ്ങനെ സംസാരിക്കും. അത് കുറേ ബിഷപ്പ്മാരും കുറേ അച്ഛന്മാരൊക്കെ കുറച്ച് ലെഫ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവർ സെക്യുലറിസം എന്നുള്ള വാക്കങ്ങോട്ട് കേട്ട് കഴിയുമ്പോൾ അവർക്ക് സമനില തെറ്റി. എന്നാലും സ്വസമുദായത്തിൽപ്പെട്ടവർക്ക് നീതി കിട്ടുന്ന, അഭയം കിട്ടുന്ന, ജീവിതം തിരിച്ചു കിട്ടുന്ന ഒരു നിയമത്തെ അനുകൂലിച്ചുകൂടെ? തീർച്ചയായിട്ടും അനുകൂലിക്കണം എന്നുള്ള ഇതിൽ എനിക്ക് യാതൊരു സംശയമില്ല. എൻ്റെ സ്റ്റാൻഡ് അതാ. അതെ, അങ്ങേപ്പോലുള്ള അൽമായർ ഇത് വിരൽ ചൂണ്ടി ഈ കർത്താവിൻ്റെ പേരിൽ മണിസൗധങ്ങളിൽ കഴിയുന്നവരോട് ചോദിക്കേണ്ട കാലം ഒരുപാട് അതിക്രമിച്ചു. പാകിസ്ഥാനിൽ നിന്നും ഏതെങ്കിലും ക്രിസ്ത്യൻ ഒന്ന് വരാൻ അവസരം കിട്ടുകയാണെങ്കിൽ അത് നല്ലതാണോ? കിട്ടുമല്ലോ, കിട്ടുന്ന നിയമം വന്നു കഴിഞ്ഞു. അത് ആ ക്രിസ്ത്യൻസിന് വരാൻ വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കേണ്ടതാണ് ക്രിസ്ത്യൻസ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനുള്ള
സുബുദ്ധി ഇപ്പോൾ കർത്താവ് ഈശോ മിശിഹ ഈ തമ്പുരാക്കന്മാർക്ക് തിരുമേനിമാർക്ക് കൊടുക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.